ഹലോ ഓൾ, എല്ലാവർക്കും സഹകാരി PSCയുടെ മറ്റൊരു ലൈഫ് സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നോക്കിയിരുന്ന സെൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂവേഷനാണ്. പാർട്ട് 1 ആൻഡ് പാർട്ട് 2 സെൽസ് കണ്ടു. പിന്നെ പാർട്ട് 3 വരെയുള്ള ഭാഗങ്ങൾ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുപോയിട്ടുണ്ട്. സെല്ലാണ് വളരെ ചെറിയ സാധനമാണെങ്കിലും അതിനുള്ളിൽ ഒരുപാട് വസ്തുതകൾ നമ്മൾ പഠിച്ചു പോകാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ നമ്മൾ നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പലരും പുതുതായിട്ട് കേൾക്കുന്ന വാക്കുകളായിരിക്കും. അതുകൊണ്ട് ഒരല്പം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഈ സെല്ലിൻ്റെ ക്ലാസ്സിൽ ഫീൽ ചെയ്തേക്കും. ഇറ്റ് ഈസ് ക്വയറ്റ് നാച്ചുറൽ കേട്ടോ. അത് തീർത്തും സ്വാഭാവികം മാത്രമാണ്. കാരണം ഇച്ചിരി ബുദ്ധിമുട്ടും കുറച്ച് കുഴപ്പമൊക്കെ ഉള്ള ടേംസൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വലിയ സ്വീകാര്യതയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ നമുക്കിതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ മെയിൻസ് പരീക്ഷ, ഡിഗ്രി തല പ്രാഥമിക പരീക്ഷയല്ല, ഡിഗ്രി തല മെയിൻസ് പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഹെൽപ്ഫുൾ ആകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത്തരം ചോദ്യങ്ങളെ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന കുറച്ച് ബുദ്ധിമുട്ടെന്ന് തോന്നിക്കുന്ന ടോപ്പിക്കുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് കിട്ടുകയോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു സഹായം കിട്ടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടേറിയ ഒരല്പം പോർഷൻസ് ഉണ്ടെങ്കിൽ കൂടിയും അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് തീരുമാനിച്ചത്. അല്ലെങ്കിൽ ഇത്രയും ഷൂട്ട് ചെയ്യേണ്ട കാര്യമോ അല്ലെങ്കിൽ ഇത്രയും നമ്മൾ ക്ലാസ് ആക്കി റെക്കോർഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് തന്നാലും ആ ഒരു ടോപ്പിക് കവർ ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ അതുകൊണ്ട് കർത്തവ്യം പൂർണ്ണമായി നിറവേറ്റപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോഴും എനിക്ക് 100% ഈ പറയുന്ന ടോപ്പിക്കുകളിൽ നിന്നേ ചോദ്യം വരുള്ളൂ എന്നൊന്നും പറയാൻ തീർച്ചയായിട്ടും സാധിക്കില്ല. ഒരു അധ്യാപകനും സാധിക്കില്ല, ഒരാൾക്കും പറ്റത്തില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി അവിടെ ചോദ്യം ഇടായിരിക്കണം PSCയിൽ. അത് നടക്കാത്തിടത്തോളം കാലം നമുക്കിത് പൂർണ്ണമായി ഇതാണ് എൻ്റെ ചോദ്യം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ ഇത്രയും ചോദ്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തോരം ഇൻഫർമേഷൻസ് ഓരോ വസ്തുക്കളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ പറ്റാവുന്നൊരു പരിധി വരെ നമ്മൾ നോക്കി പോകുന്നതേ ഉള്ളൂ. അല്ലാതെ അനിയന്ത്രിതമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സമയം നമ്മുടെ കയ്യിലില്ല. ഈ പരീക്ഷയ്ക്ക് ഒരു സമയബന്ധിതമായ പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ഒന്നല്ല ഒട്ടനവധി സബ്ജക്റ്റുകളും പഠിക്കാനുള്ളൊരു പരീക്ഷയാണ്. എല്ലാ സബ്ജക്റ്റുകൾക്കും വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്, വേണ്ട സമയം ലഭ്യമാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു ഡെപ്ത് വരെ പോയി പതുക്കെ അങ്ങ് നിർത്തുന്നത്. പക്ഷേ ഇതിൽ നിങ്ങൾ സാധാരണ ഇവിടെ പോയിരിക്കുന്ന ഡെപ്തിനേക്കാൾ കൂടുതൽ ഡെപ്തിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് സെല്ലിൻ്റെ 4ാം ഭാഗത്തിലേക്ക് നമുക്ക് കടക്കേണ്ടി വന്നത്. തീർന്നിട്ടില്ല, ഇനി ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് ഞങ്ങൾ തരും. അതോടുകൂടി മാത്രമാണ് സെല്ലെന്ന ടോപ്പിക്കിനെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ ടോപ്പിക്കുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടാണ്. സെല്ലുകളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത സെല്ലിൽ കാണപ്പെടുന്ന ഓർഗനൽസിനെ പറ്റി പഠിച്ചുകൊണ്ടിരുന്നു. അതിൽ പ്ലാസ്റ്റിഡുകളാണ് അവസാനം നോക്കിയത്. അതിൽ ക്ലോറോപ്ലാസ്റ്റാണ് ഇമ്പോർട്ടൻറ്റ്. മറ്റ് 2 പേരുടെയും ക്രോമോപ്ലാസ്റ്റിൻ്റെയും മറ്റു ഗ്ലൂക്കോപ്ലാസ്റ്റിൻ്റെയൊക്കെ കാര്യം ആ പറഞ്ഞതിൽ നിന്ന് അത്രേ ഉള്ളൂ. അതിനകത്ത് നിന്ന് വേറെ ഒന്നും നോക്കിപ്പോകണ്ടല്ല. ഞാൻ അതിൽ കൂടുതൽ കണ്ടൻറ്റ് നിങ്ങൾക്ക് തരണം എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ അതേപ്പറ്റി പ്ലാസ്റ്റിഡുകളെ ബാക്കി ഡിഫൈൻ ചെയ്യും എന്ന് ഞാൻ എങ്ങാനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അതിനകത്ത് ഇനി ബാക്കി ഡിഫൈൻ ചെയ്യാൻ ഒന്നുമില്ല. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഈ സെല്ല് പാർട്ട് 4 വന്ന സമയത്ത് വേറൊരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ വേറൊരു ഓർഗനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ അടി ഇതിനിടയിൽ ഇനി വേറെ എന്തെങ്കിലും പാർട്ട് ഉണ്ടോ എന്നൊന്നും വിചാരിക്കേണ്ട. ആ പാർട്ട് 3ൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് ഈ പാർട്ട് 4. ഇത് തന്നെയാണ് ആ ക്ലാസ്. അപ്പോൾ വെൽക്കം വൺസ് അഗെയിൻ ടു സഹകാരി PSC. പാർട്ട് 3 കണ്ട കുട്ടികളാണ് പാർട്ട് 4 കാണാനായിട്ട് ഞാൻ സ്വീകരിക്കുക. പാർട്ട് 3 കാണാത്തവർ അത് കാണുക. അതിന് മുന്നത്തെ പാർട്ടുകൾ കാണാത്തവർ അതും കാണുക. കണ്ടിട്ട് നിങ്ങൾ പാർട്ട് 4 കാണുന്നതായിരിക്കും ഉചിതമെന്ന് പറയുന്നത്. നേരിട്ട് കണക്ഷനൊന്നുമില്ല എങ്കിൽ കൂടിയും സെൽ ഓർഗനൽസിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതുകൊണ്ട് നേരിട്ട് കണക്ഷൻ റൈബോസോമിനെ പറ്റി മാത്രം പഠിക്കുന്നവന് ഈ പാർട്ട് 4 കണ്ടു കഴിഞ്ഞാൽ അത് മതി എന്നുള്ളതാണ്. ബട്ട് ജനറലി എല്ലാം അറിഞ്ഞിരിക്കുക. അപ്പോൾ റൈബോസോംസ് ആരാണ്? അപ്പോൾ റൈബോസോംസ് ആർ ടൈനി ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ഫൗണ്ട് ഇൻ സെൽസ് ആൻഡ് ദേ were first observed under an electron microscope as dense particles by ജോർജ് പലേഡ്. ഇപ്പോൾ ജോർജ് പലേഡ് എന്ന മനുഷ്യൻ 1953 ആരെ കണ്ടെത്തുന്നത്? റൈബോസോമുകൾ കണ്ടുപിടുന്നത്. ഗ്രാനുലാർ സ്ട്രക്ചേഴ്സ് ആണ് റൈബോസോംസ്. റൈബോസോംസ് ആർ കമ്പോസ്ഡ് ഓഫ് റൈബോന്യൂക്ലിക് ആസിഡ് RNA ആൻഡ് പ്രോട്ടീൻസ് ആൻഡ് ദേ ആർ നോട്ട് ബൗണ്ട് ബൈ എനി മെംബ്രെയിൻ. അപ്പോൾ റൈബോസോമുകൾ നമ്മൾ മറ്റ് ഓർഗനലുകളെയൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ കണ്ടൊരു പ്രത്യേകം പ്രയോഗം എന്ന് പറയുന്നത് ദേ ആർ ഓൾ നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും നമ്മൾ എടുത്ത് പറയുന്നുണ്ടായിരുന്നു. ദീസ് ആർ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്നൊക്കെ പറയും. നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ എല്ലാത്തിനകത്തും മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ നിന്ന് എടുത്ത് പറഞ്ഞു പോയപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവാം ഇതിനെല്ലാത്തിനും മെംബ്രെയിൻ ബൗണ്ട് ആണല്ലോ, പിന്നെ എടുത്തെടുത്ത് പറയേണ്ടതില്ലല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മനസ്സിലാക്കുക, ദേ ആർ നോട്ട് ബൗണ്ട് ബൈ മെംബ്രെയിൻ. റൈബോസോമുകൾ എന്തല്ല? മെംബ്രെയിൻ ബൗണ്ട് അല്ല. നോൺ മെംബ്രെയിനസ് ഓർഗനൽസ്.
ഓക്കെ, അപ്പോൾ ഇവരിൽ എന്താ കാണപ്പെടുക? RNA ഉണ്ടാവും, പ്രോട്ടീൻസും ഉണ്ടാവും റൈബോസോമിൽ. Ribosomes are classified based on their size and sedimentation rate into mainly 2 types. ഇപ്പോൾ 2 തരത്തിലാണ് റൈബോസോമുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഏതൊക്കെ? ഒന്ന് യൂക്കാരിയോട്ടിക് റൈബോസോം, അതിന് ATS എന്ന് പറയും. യൂക്കാരിയോട്ടിക് റൈബോസോമിനെ ATS എന്ന് പറയും. ഫൗണ്ട് ഇൻ യൂക്കാരിയോട്ടിക് സെൽസ് മെയ്ഡ് ഓഫ് 2 subunits 60S ആൻഡ് 40S. അപ്പോൾ 80S എന്ന് പറയുന്ന യൂക്കാരിയോട്ടിക് റൈബോസോം ഇതും കാണാതെ പഠിച്ചു വെച്ചാൽ മതി. 80S നമുക്ക് നമ്പറൊക്കെ ജസ്റ്റ്. അപ്പോൾ യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ യൂക്കാരിയോട്ടിക് സെല്ലുകളിലാണ് സ്വാഭാവികമായിട്ടും കാണുക. അവയ്ക്ക് 2 സബ്യൂണിറ്റുകൾ കാണും, ഒരു 60S ഒരു 40S. രണ്ടാമത്തെ ടൈപ്പിൽ പ്രോക്യാരിയോട്ടിക് റൈബോസോമുകളാണ് സ്വാഭാവികം. അവന്മാരുടെ പേര് 70S എന്നാണ്. ഓക്കെ, ഇപ്പോൾ യൂക്കാരിയോട്ടിക് റൈബോസോംസുകൾ 80S, പ്രോക്യാരിയോട്ടിക് റൈബോസോംസുകൾ 70S. These are found in prokaryotic cell and inside organelles like chloroplast and mitochondria. അപ്പോൾ സെല്ലിൽ നേരിട്ട് കാണപ്പെടുന്നത് യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ നേരിട്ട് കാണപ്പെടുന്നത് യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ തന്നെയായിരിക്കും. എന്നാൽ യൂക്കാരിയോട്ടിക് സെല്ലുകൾക്കുള്ളിൽ തന്നെ കാണപ്പെടുന്ന പ്ലാസ്റ്റിഡുകളോ അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയയോ പോലുള്ള സ്ട്രക്ചേഴ്സിനുള്ളിൽ നമുക്ക് ചില റൈബോസോമുകളെ കാണാൻ പറ്റും. ആ റൈബോസോമുകൾ യൂക്കാരിയോട്ടിക് റൈബോസോമുകളായിരിക്കില്ല, അവർ പ്രോക്യാരിയോട്ടിക് ആയിരിക്കും. 70S ആയിരിക്കാനാണ് പോസിബിലിറ്റി കൂടുതൽ എന്നാണ് പറയുന്നത്. അതിന് പുറമെ പ്രോക്യാരിയോട്ടിക് സെല്ലുകളിലുമാണ് ഇവർ കാണുക. അപ്പോൾ യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ യൂക്കാരിയോട്ടിക് സെല്ലുകളിൽ മാത്രമേ കാണൂ. എന്നാൽ പ്രോക്യാരിയോട്ടിക് റൈബോസോമുകൾ യൂക്കാരിയോട്ടിക് സെല്ലിലും കാണാം, പ്രോക്യാരിയോട്ടിക് സെല്ലിൽ. യൂക്കാരിയോട്ടിക് സെല്ലിൽ കാണാമെന്ന് പറയുമ്പോൾ അത് സെൽ ബോഡിയിൽ അങ്ങ് കാണുന്നതല്ല, യൂക്കാരിയോട്ടിക് സെൽ ഓർഗനൽസിനുള്ളിലായിട്ട് കാണും എസെൻഷ്യലി. അപ്പോൾ അതിനകത്തുണ്ട് എന്നുള്ള മീനിങ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, 50S 30S 70Sൻ്റെ സബ് യൂണിറ്റുകൾ. ഈ S എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വെഡ്ബർഗ്സ് യൂണിറ്റ്. എന്താണ് എസിനെ സൂചിപ്പിക്കുക? സ്വെഡ്ബർഗ്സ് യൂണിറ്റ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെഡിമെൻറ്റേഷൻ കോയിഫിഷ്യൻറ്റ് വിച്ച് ഇൻഡയറക്ട്ലി മെഷേഴ്സ് ദ ഡെൻസിറ്റി ആൻഡ് ദ സൈസ് ഓഫ് ദി റൈബോസോം പാർട്ടിക്കിൾ. അത്രേ ഉള്ളൂ, നിങ്ങൾ അത്ര ഓർത്തിരുന്നാൽ മതി. റൈബോസോമിൻ്റെ ഡെൻസിറ്റിയെയും അതുപോലെ സൈസിനെയും ഇൻഡയറക്ട്ലി മെഷർ ചെയ്യുന്ന ഒരു ഘടകമാണ് സ്വെഡ്ബർഗ്സ് യൂണിറ്റ് എന്ന് പറയും. ആ സ്വെഡ്ബർഗ്സ് യൂണിറ്റിൻ്റെ യൂണിറ്റാണ് S എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ 70Sൻ്റെ സബ് യൂണിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 50S അതുപോലെ 30S അതിൽ 80Sൻ്റെ സബ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ 60S 40S ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ബോത്ത് 70S ആൻഡ് 80S റൈബോസോംസ് ആർ ഓൾവേസ് കമ്പോസ്ഡ് ഓഫ് 2 സബ് യൂണിറ്റ്സ്, ഒരു ലാർജും ഒരു സ്മോൾ. ഇപ്പോൾ 2 70S ആയാലും ശരി, അതായത് യൂക്കാരിയോട്ടിക് റൈബോസോമുകളായാലും പ്രോക്യാരിയോട്ടിക് റൈബോസോമുകളായാലും എപ്പോഴും 2 സബ് യൂണിറ്റുകളാൽ നിർമ്മിതമായിരിക്കും. ക്ലിയർ അല്ലേ? സെറ്റ് കഴിഞ്ഞു റൈബോസോം. ദെൻ കംസ് സൈറ്റോസ്കെലറ്റൻ. ഇതാണ് സൈറ്റോസ്കെലറ്റൻ. എന്താ സ്കെലറ്റൻ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ വസ്തുക്കൾക്ക് ആകൃതി കൊടുക്കുന്ന, വസ്തുക്കളുടെ ലോഡ് താങ്ങാൻ സഹായിക്കുന്ന, സ്ട്രക്ചർ നൽകുന്ന സംവിധാനങ്ങളാണ് സ്കെലറ്റൻസ്. അപ്പോൾ എന്താ സൈറ്റോസ്കെലറ്റൻ? An elaborate network of filamentous proteinaceous structures present in the cytoplasm is collectively referred to as cytoskeleton. മനുഷ്യ ശരീരത്തിൻ്റെ സ്കെലറ്റൻ മനുഷ്യ ശരീരത്തിൻ്റെ സ്ട്രക്ചറൽ സപ്പോർട്ട് നൽകി നിൽക്കുന്നത് പോലെ തന്നെയാണ് ഒരു സെല്ലിൽ സൈറ്റോസ്കെലറ്റൻ. കാരണം പേര് തന്നെ ഉണ്ട് സൈറ്റോ. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെൽ ബോഡി എന്നർത്ഥം, ശരിയല്ലേ? സൈറ്റോ മീനിങ് സെൽ ബോഡി. അപ്പോൾ സൈറ്റോസ്കെലറ്റൻ എന്ന് പറഞ്ഞാൽ സെൽ ബോഡിയിലെ സ്കെലറ്റൻ. അപ്പോൾ എന്താ പണി ഇവനൊരു ഫൈബ്രസ് നെറ്റ്വർക്കാണ്, ഫിലമെൻറ്റേഷ്യസ് പ്രോട്ടീനേഷ്യസ് സ്ട്രക്ചറാണ്. എവിടെ കാണും? സെൽ ബോഡിയിൽ കാണും, സൈറ്റോപ്ലാസത്തിൽ കാണും. എന്താ അവൻ്റെ പണി? ദ ഫങ്ഷൻ ഇൻക്ലൂഡിങ് പ്രൊവൈഡിങ് മെക്കാനിക്കൽ, കണ്ടോ, പ്രൊവൈഡിങ് മെക്കാനിക്കൽ സപ്പോർട്ട്, അസിസ്റ്റിംഗ് ഇൻ മൊട്ടിലിറ്റി ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ഷേപ്പ് ഓഫ് ദ സെൽ. ഒരു സ്കെലറ്റൻ ഹയർ ഗ്രേഡ് ഓർഗാനിസങ്ങളിൽ ചെയ്യുന്ന അതേ പണിയാണ് സൈറ്റോസ്കെലറ്റൻ ഒരു സെല്ലിൽ ചെയ്യുന്നത്. സെയിം, അതുകൊണ്ടാണ് പേരിൽ സ്കെലറ്റൻ എന്ന് വന്നത്. സീലിയ ആൻഡ് ഫ്ലജല്ല. ആരാണ് സീലിയ, ആരാണ് ഫ്ലജല്ല? ഇത് രണ്ടും നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സീലിയ ആൻഡ് ഫ്ലജല്ല ആർ ഹെയർ ലൈക്ക് ഔട്ട്ഗ്രോത്ത്സ് ഓർ എക്സ്റ്റൻഷൻസ് ഓഫ് ദ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിനിൽ നിന്ന് മുടി പോലെ തോന്നിക്കുന്ന ചെറിയ ഔട്ട്ഗ്രോത്തുകൾ, പുറത്തേക്ക് സെല്ലിൻ്റെ പുറത്തേക്ക് വളരുന്ന ഔട്ട്ഗ്രോത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലജല്ല എന്നോ സീലിയ എന്നൊക്കെ വിളിക്കുക. അതിൽ സീലിയ ഒരാൾ, ഫ്ലജല്ല വേറൊരാളാണ്. ബോത്ത് എമർജ് ഫ്രം എ സെൻട്രിയോൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ബേസൽ ബോഡീസ്. അപ്പോൾ സെൻട്രിയോൾ സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ബേസൽ ബോഡീസിൽ നിന്നാണ് ഇവന്മാർ രണ്ടുപേരും ഒറിജിനേറ്റ് ചെയ്യുക, എമർജ് ചെയ്യുക. ആരൊക്കെ? സീലിയ ആയാലും ശരി, ഫ്ലജല്ല ആയാലും ശരി. രണ്ടും ഓർത്തിരുന്നേക്കണേ. സീലിയയും ഫ്ലജല്ലയും തമ്മിലുള്ള വ്യത്യാസം ഇത്രേ ഉള്ളൂ. സൈസും നമ്പറും നോക്കിക്കഴിഞ്ഞാൽ സീലിയ വളരെ
ചെറിയ സ്ട്രക്ചറാണ്, പക്ഷേ നമ്പർ വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു പിന്നെ തലയിൽ മുഴുവൻ മുടിയുള്ളതുപോലെയും കുരങ്ങിന് തലയിൽ മുഴുവൻ മുടിയുള്ള പോലെയാണ് സീലിയ. എന്നാൽ കുരങ്ങൻ്റെ വാലാണ് ഫ്ലജല്ല എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു സെല്ലിനെ സീലിയാസിനെ കൺസിഡർ ചെയ്യാൻ പറഞ്ഞാൽ ആ സെല്ലിന് ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ രോമങ്ങൾ പോലെ ഇത് സീലിയയാണ്. എന്നാൽ വാട്ട് ഈസ് ഫ്ലജല്ല എന്ന് ചോദിച്ചാലോ, ഒരു വാൽമാക്രയ്ക്കുള്ള വാല് പോലെ എന്ന രീതിയിൽ ഒരെണ്ണം കാണുന്നതിനാണ് ഫ്ലജല്ല എന്ന് പറയുക. ഓക്കെ, അപ്പം ലോങ്ങറാണ് ഫ്ലജല്ല. സീലിയ ഷോർട്ടറാണ്, ചെറുതാണ്, പക്ഷെ നമ്പേഴ്സിൽ കൂടുതലാണ്. ഫ്ലജല്ല വലുതാണ്, നീളം കൂടിയതാണ്, പക്ഷെ നമ്പർ വളരെ കുറവായിരിക്കും. മൂവ്മെൻറ്റ് സ്റ്റൈൽ വർക്ക് ലൈക്ക് ഓർസ്, കോസിങ് ദ മൂവ്മെൻറ്റ് ഓഫ് ദി എൻറ്റയർ മൂവ്മെൻറ്റ് ഓഫ് ഐദർ ദ സെൽ ഓർ ദ സറൗണ്ടിങ് ഫ്ലൂയിഡ്. അപ്പോൾ ഈ സീലിയയിൽ മൊത്തത്തിൽ ചുറ്റുപാടുകൾ മുഴുവനുള്ള സീലിയകളുടെ മൂവ്മെൻറ്റ് കാരണം ഒന്നുകിൽ സെല്ല് മൂവ് ചെയ്യും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ലിക്വിഡ് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്തിട്ടാണ് ഇവൻ്റെ ലോക്കോമോഷൻ നടക്കുന്നത്. ഫ്ലജല്ല ഇസ് റെസ്പോൺസിബിളി പ്രൈമറി ഫോർ ദ മൂവ്മെൻറ്റ് ഓഫ് ദി എൻറ്റയർ സെല്ല്. ഫ്ലജല്ല ഈ ചുറ്റുമുള്ള വസ്തുക്കളെ മൂവ് ചെയ്യിച്ചിട്ടല്ല, സെല്ലിനെ മൂവ് ചെയ്യിച്ചിട്ട് തന്നെയാണ് മൂവ്മെൻറ്റ് നടത്തുന്നത്. പ്രൊക്കാരിയോട്ട്സിൽ ആബ്സെൻ്റ് ആണ് സീലിയ, ആബ്സെൻ്റ് ഇൻ പ്രൊക്കാരിയോട്ടിക് സെല്ല്. The prokaryotic bacteria can have flagella, but their structure is completely different from eukaryotic flagella. അപ്പോൾ പ്രൊക്കാരിയോട്ടിക് സെല്ലുകളിലും ആരെ കാണാൻ പറ്റും, ഫ്ലജല്ല കാണാൻ പറ്റും, പക്ഷേ അവിടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ സീലിയ ആരിൽ മാത്രമേ കാണൂ, യൂകാരിയോട്സിൽ മാത്രമേ കാണുള്ളൂ എന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇന്റേണൽ സ്ട്രക്ചർ ഒന്ന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വഴി ഒബ്സർവ് ചെയ്താൽ, വെൻ വ്യൂഡ് അണ്ടർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ബോത്ത് സീലിയ ആൻഡ് ഫ്ലജല്ല ഷെയർ ദ സെയിം ഇന്റേണൽ സ്ട്രക്ചർ. ഒരു കവറിങ്, ഒരു കോർ ഒക്കെ ആയിട്ട് കാണപ്പെടുന്ന സെയിം ഇന്റേണൽ സ്ട്രക്ചറാണ് ആർക്കൊക്കെ രണ്ടുപേർക്കുള്ളത്, സീലിയയ്ക്കും ഫ്ലജല്ലയ്ക്കുള്ളത്. ദേ ആർ എൻറ്റയർലി കവേർഡ് ബൈ ദി പ്ലാസ്മ. ഒരു പ്ലാസ്മ മെംബ്രെയിൻ ബൈയുള്ള ഒരു കവറിംഗ് ഉണ്ട് ആർക്ക്, സീലിയയ്ക്ക് അല്ലെങ്കിൽ ഫ്ലജല്ലയ്ക്ക്. രണ്ടുപേർക്കും ഒരു കവറിംഗ് ഉണ്ട്, ഒരു പ്ലാസ്മ മെംബ്രെയിൻ കവറിംഗ് ഉണ്ട്. ആക്സോനീം എന്ന് പറയുന്ന ഒരു കോറുണ്ട്. ദ സെൻട്രൽ കോർ ഇസ് കോൾഡ് ആക്സോനീം. It contains a specific arrangement of long parallel tubes called microtubules. Microtubules എന്നറിയപ്പെടുന്ന പാരലൽ ട്യൂബുകളുടെ അറേഞ്ച്മെൻ്റ് ആണ് കോർ ഓഫ് ദി സീലിയ ഓർ ഫ്ലജല്ല. അതിനെ വിളിക്കുന്ന പേര് ആക്സോനീം എന്നാണ്. ഒരു സീലിയയുടെ അല്ലെങ്കിൽ ഒരു ഫ്ലജല്ലയുടെ കോറിനെ വിളിക്കുന്ന പേരെന്താണ്, ആക്സോനീം. ആക്സോനീം എന്താണ് ആക്സോനീമിൻ്റെ പ്രത്യേകത? ആക്സോനീമിൽ ഒരുപാട് പാരലലി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്ന മൈക്രോ ട്യൂബ്യൂൾസ് കാണാൻ സാധിക്കും. എന്ത് കാണാൻ സാധിക്കും? മൈക്രോ ട്യൂബ്യൂൾസ് കാണാൻ സാധിക്കും. The 9+2 arrangement, peripheral doublets. There are 9 pair of microtubules arranged in a ring around the outer edge. അതാണ് 9+2 arrangement എന്ന രീതിയിൽ പറയുക. Central microtubules, there is 1 pair, അതായത് 2 സിംഗിൾ മൈക്രോട്യൂബിൾസ് ലൊക്കേറ്റഡ് ഇൻ ദി സെൻറ്റർ. അപ്പോൾ സെൻറ്ററിൽ 2 മൈക്രോട്യൂബ്യൂൾസും പെരിഫറലായിട്ട് 9 പേരുകളെയും അറേഞ്ച് ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്താ പറയുക കോറ് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് 9+2 അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾസ് 2 അതുപോലെ പെരിഫറൽ 9 എന്ന രീതിയിലുമാണ് നമ്മൾ കാണുക. ഡീറ്റെയിൽഡ് പാർട്സ് ഓഫ് ആൻ ആക്സോനീം, അത് വേണമെന്നില്ല. ആക്സോനീമിൻ്റെ ഡീറ്റെയിൽഡ് പാർട്ടിലേക്ക് പോകാൻ കഴിഞ്ഞാൽ ഒന്നൊരു സെൻട്രൽ ഷീത്ത് ഉണ്ട്. ദ 2 സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾസ് ആർ എൻക്ലോസ്ഡ് ബൈ എ പ്രൊട്ടക്റ്റീവ് സെൻട്രൽ ഷീത്ത്. ഒരു സെൻട്രൽ ഷീത്ത് കൊണ്ട് തന്നെ, ഷീത്ത് മീൻസ് ഒരു കവറിങ് കൊണ്ട് തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടാകും ആ മൈക്രോ ട്യൂബ്യൂൾസിനെ. ബ്രിഡ്ജസ് ഉണ്ടാകും ഇതിനുള്ളിൽ. ഓക്കെ, നമ്മൾ പഠിച്ചു പോകുന്ന ആരെയാണ്? ആക്സോനീമിനെയാണ്. ആക്സോനീം എന്ന് പറയുമ്പോൾ ഒരു ഫ്ലജല്ലയ്ക്കുള്ളിൽ വരുന്ന ഒരു കോമ്പണൻറ്റിൻ്റെ ഉള്ളിലുള്ള പാർട്ടിക്കിൾസിനെയാണ് പഠിക്കുന്നത്. അതിനൊരു സെൻട്രൽ ഷീത്ത് ഉണ്ട്, പിന്നെയോ അതിനൊരു ബ്രിഡ്ജുണ്ട്. ദ 2 സെൻട്രൽ മൈക്രോ ട്യൂബ്യൂൾസ് ആർ കണക്റ്റഡ് ഈച്ച് അതർ ബൈ എ ബ്രിഡ്ജ്. അതുപോലെ റേഡിയൽ സ്പോക്സ് ഉണ്ട്. ഈച്ച് ഓഫ് ദി 9 പെരിഫറൽ ഡബ്ലറ്റ്സ് ആർ കണക്റ്റഡ് ടു ദ സെൻട്രൽ ഷീത്ത് ബൈ എ സ്പോക്ക്. ഒരു സ്പോക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ഈ വീലിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ടയറിൻ്റെ ആ ഭാഗത്തേക്ക് സ്പോക്സ് പോകുന്നത് പോലെ കണക്ട് ചെയ്തിട്ടുണ്ട്. 9 എണ്ണം ഉണ്ട് എന്നുള്ളതാണ്. 9 റേഡിയൽ സ്പോക്സ് കാണും. പിന്നെയുള്ള ലിങ്കേഴ്സാണ്. ദ നെയ്ബറിംഗ് പെരിഫറൽ ഡബ്ലറ്റുകളെ ഇന്റർകണക്ട് ചെയ്യുന്ന ഡബ്ലറ്റ് ലിങ്കേഴ്സ് എന്ന് പറയുന്ന യൂണിറ്റുകളും നമുക്ക് ആരിൽ കാണാൻ സാധിക്കും? ആക്സോനീം. യെസ്, ആക്സോനീമിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കും. ഇത് ഞാൻ തന്നെ ഈ പേരുകൾ മറന്നു പോകുന്നുണ്ട്, അവിടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം. ഓക്കെ, റൈറ്റ്. അത്ര മതി, അത്രയും തന്നെ കൂടുതലാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സെൻട്രോസോം, അല്ലെങ്കിൽ നമ്മുടെ സെൻട്രിയോൾസ് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർക്കുന്നുണ്ടോ? സെൻട്രിയോൾസ് എന്താ ചെയ്യുന്നതെന്ന്? സെൻട്രിയോൾസ് ആണ് നമ്മൾ ഈ പറയുന്ന ഫ്ലജല്ല അല്ലെങ്കിൽ സീലിയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്ന സെൻട്രിയോൾസ് ആണ് നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ്. സെൻട്രോസോം ഇസ് എ സെൽ ഓർഗനൽ ദാറ്റ് യൂഷ്വലി കണ്ടെയ്ൻസ് 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് കോൾഡ് സെൻട്രിയോൾസ്. സെൻട്രിയോൾസ് എന്ന 2 സിലിണ്ടറിക്കൽ സ്ട്രക്ചേഴ്സ് കാണുന്ന ഒരു സെൽ ഓർഗനലിൻ്റെ വിളിക്കുന്ന പേരാണ് സെൻട്രോസോം. അപ്പോൾ എന്താ സെൻട്രോസോം? സെൻട്രോസോം ഉണ്ടായിരിക്കുന്നത് 2 സെൻട്രിയോളുകൾ ചേർന്നിട്ടാണ്.
The two centrioles are surrounded by an amorphous substance called a pericentriolar material. ഈ രണ്ട് സെൻട്രിയോളുകൾ ചേർന്നുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും ഈ രണ്ട് സെൻട്രിയോളുകൾക്ക് ചുറ്റും ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള ഒരു അമോർഫസ് ആയിട്ടുള്ള ഒരു വസ്തു കൂടി കാണാനായിട്ട് സാധിക്കും. ആ അമോർഫസ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഇല്ലാത്തത്, ആ അമോർഫസ് വസ്തുവിന് വിളിക്കുന്ന പേരാണ് പെരിസെൻട്രിയോളാർ മെറ്റീരിയൽ. എന്താ വിളിക്കുക? പെരിസെൻട്രിയോളാർ. അപ്പോൾ അത് സെൻട്രിയോളിൻ്റെ പെരിഫറലിലായിട്ട് കാണപ്പെടുന്ന, ചുറ്റുമായിട്ട് കാണപ്പെടുന്ന വസ്തു എന്ന അർത്ഥം കൊടുത്തത്. അതുകൊണ്ടാണ് പെരിസെൻട്രിയോളാർ മെറ്റീരിയൽ എന്ന് വിളിക്കുന്നത്. ഇൻസൈഡ് ദ സെൻട്രോസോം ദ ടു സെൻട്രിയോൾസ് ലൈ പെർപെൻഡിക്കുലർ. 90 ഡിഗ്രിക്കാണ് രണ്ട് സെൻട്രിയോളുകളും അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുക. ഇങ്ങനെ 90 ഡിഗ്രിയിലായിരിക്കും നിൽക്കുക. ഈച്ച് സെൻട്രിയോൾ ലുക്സ് ലൈക്ക് എ കാർ ടു വീൽ, അല്ലേ? അപ്പോൾ നമ്മൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ വന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ ഒരു കാർട്ടിൻ്റെ, നമ്മുടെ ഈ കന്നുകാലികളൊക്കെ പോകുന്ന പണ്ടത്തെ കാളവണ്ടിയൊക്കെ ഇല്ല, ആ വണ്ടിയുടെ വീല് പോലെ തോന്നിക്കും. അതിന് കാരണം പെരിഫറൽ ഫൈബ്രിൽസ്. എ സെൻട്രിയോൾ ഈസ് മെയ്ഡ് ഓഫ് 9 ഈവൻലി സ്പേസ്ഡ് പെരിഫറൽ ഫൈബ്രിൽസ് അറേഞ്ച്ഡ് ഇൻ എ റിംഗ്. ഒരു റിങ്ങിൽ 9 ട്യൂബുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ചിത്രത്തിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രിപ്ലറ്റ് നേച്ചറുണ്ട്. ഈച്ച് ഓഫ് ദീസ് 9 പെരിഫറൽ ഫിബ്രിൽസ് ഈസ് എ ട്രിപ്ലറ്റ് മെയ്ഡ് ഓഫ് 3 മൈക്രോട്യൂബ്യൂൾസ് ഫ്യൂസ്ഡ് ടുഗെദർ. 3 മൈക്രോട്യൂബ്യൂളുകളെ ഒരുമിച്ച് ഫ്യൂസ് ചെയ്തുണ്ടാക്കുന്നതാണ് ഈ ഒരു ട്രിപ്ലറ്റ് എന്ന് പറയുന്ന സാധനം എന്നുള്ളതാണ്. ഓക്കെ, അതിനെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് റിംഗ് ഷേപ്പിൽ ഇതിനെ അറേഞ്ച് ചെയ്തത്. റിങ്ങിൻ്റെ പുറത്തായിട്ട് കൂട്ടി യോജിപ്പിക്കുന്ന പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ട്രിപ്ലെറ്റ്സുകളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ലിങ്കിങ് ഉള്ളതുകൊണ്ടാണ് അതിന് ഈ ഒരു സർക്കുലർ ഷേപ്പ് തന്നെ, ഒരു ട്യൂബുലാർ ഷേപ്പ് ആണ് കിട്ടുന്നത് ടോട്ടലി. ദീസ് ഫൈബ്രിൽസ് ആർ മെയ്ഡ് ഓഫ് എ പ്രോട്ടീൻ കോൾഡ് ട്യൂബുലിൻ. ഓക്കെ, അപ്പോൾ സെൻട്രിയോളുകളുടെ ഫൈബ്രിൽസ് അല്ലെങ്കിൽ ഫിബ്രിൽസ് അല്ല ഫൈബ്രിൽസ് ആണ്. ഫൈബ്രിൽസ് നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ട്യൂബുലിനാണ്. അല്ലെ, അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ട്യൂബുലിൻ എന്ന പേരുള്ള ഒരു പ്രോട്ടീൻ കൊണ്ടാണ് എന്നാണ് മനസ്സിലാക്കി പോകേണ്ടത്. ഒരു സെൻട്രിയോളിൻ്റെ കോറിൻ്റെ ഭാഗങ്ങൾ പ്രധാനമായിട്ട് നോക്കിയാൽ അതിനകത്തൊരു ഹബ്ബ് കാണാം. ദ സെൻട്രൽ പ്രോട്ടീനേഷ്യസ് പാർട്ട് ഓഫ് ദി സെൻട്രിയോൾ ഈസ് ദ ഹബ്ബ്. സെൻട്രിയോളിനെയാണ് നമ്മൾ പഠിക്കുന്നത്, സെൻട്രോസോം അല്ല, സെൻട്രിയോളിനെ. Unlike cilia flagella, there are no microtubules in the center of a centriole. അപ്പോൾ സെൻട്രിയോളിൻ്റെ ഉള്ളിൽ എന്തില്ല? മൈക്രോട്യൂബ്യൂളൊന്നുമില്ല. സീലിയുടെയും ഫ്ലജല്ലയുടെയും കാര്യം പറഞ്ഞ പോലെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇതിനകത്തില്ല. സീലിയക്കും ഫ്ലജല്ലയ്ക്കും ഉണ്ട്, അത് ഇവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. എന്നിരുന്നാലും ഇതിനുള്ളിൽ എന്തില്ല? അപ്പോൾ മൈക്രോട്യൂബ്യൂൾസ്. അപ്പോൾ ഹബ് എന്ന് പറയുന്ന പ്രോട്ടീനേഷ്യസ് ആയിട്ടുള്ള സെൻട്രൽ പാർട്ടായിട്ടുള്ള സെൻട്രിയോളിൻ്റെ പ്രദേശത്ത് മൈക്രോട്യൂബ്യൂൾസോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. പിന്നുള്ളത് റേഡിയൽ സ്പോക്സ് ആണ്, അല്ലേ? The central hub is connected by the peripheral triplets by protein strands called radial spokes. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. The 9+0 arrangement, because there are 9 triplets on the outside and 0 microtubules in the center. This arrangement is often referred to as 9+0. അപ്പോൾ ആരാണ് 9+2, ആരാണ് 9+0? ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ 9+0 അറേഞ്ച്മെൻറ്റ് കാണപ്പെടുന്ന എവിടെയാണ്? സെൻട്രിയോളുകളാണ്. കാരണം 9 ട്രിപ്ലെറ്റുകൾ പെരിഫറലായിട്ട് ഇങ്ങനെ ചുറ്റും നിന്ന് ഒരു സർക്കിൾ, ഒരു റിങ് ഫോം ചെയ്യുന്നുണ്ട്. അതിങ്ങനെ 1, 2, 3, ഇതിന് ഓരോന്നിനകത്ത് 3 യൂണിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കണതേ കണ്ടോ. ഇതിന് പരസ്പരം കൂട്ടി യോജിപ്പിക്കപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ ഒരു സിലിണ്ടർ. ഇത് മോളിൽ നിന്ന് നോക്കുമ്പോൾ ടോപ്പ് വ്യൂ ആണ്, മറ്റേ നമ്മൾ സിലിണ്ടർ പോലെ തോന്നിക്കും. ഇങ്ങനെ ഇരിക്കും, സിലിണ്ടർ പോലെ ഇരിക്കും. അതിൻ്റെ ടോപ്പ് വ്യൂ ഞാൻ മോളിൽ നോക്കിയ സമയത്താണ് ഇങ്ങനെ കാണുക. ഇത് ഓരോന്നുമാണ് ഒരു ട്രിപ്ലെറ്റ് എന്ന് വിളിച്ചത്. ഓക്കെ, ഇതൊരു ട്രിപ്ലെറ്റാണ്, ഇതൊരു ട്രിപ്ലെറ്റാണ്. അങ്ങനെ എത്ര ട്രിപ്ലെറ്റ് ഉണ്ട്? 9 എണ്ണം. അങ്ങനെ എത്ര ട്യൂബ്യൂൾ? 9 എണ്ണം. നടുക്ക് ട്യൂബ്യൂൾസ് വല്ലതും ഉണ്ടോ? നടുക്ക് ട്യൂബ്യൂൾസ് ഒന്നും ഇല്ല. ദർ ആർ നോ ട്യൂബ്യൂൾസ് ഇൻ ദി സെൻറ്റർ. അതുകൊണ്ടാണ് ട്യൂബ്യൂൾസിൻ്റെ എണ്ണം എത്രയായിട്ട് എടുത്തത്? 0 ആയിട്ട് എടുത്തത്. അതുകൊണ്ട് ഇതിനെ സെൻട്രിയോളിൻ്റെ അറേഞ്ച്മെൻറ്റിനെ നമ്മൾ 9+0 അറേഞ്ച്മെൻ്റ് എന്ന് വിളിക്കാൻ കാരണം. ക്ലിയർ അല്ലേ? സെറ്റാണ്. ഇപ്പോൾ ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെൻട്രിയോൾസ് ഫ്രോം ദ ബേസൽ ബോഡി ഫ്രം വെച്ച് സീലിയ ആൻഡ് ഫ്ലജല്ല അറേസ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. എന്താ സെൻട്രിയോളിൻ്റെ പണിയെന്നും കൂടെ അറിയേണ്ടത്. സെൻട്രിയോളൊക്കെ ഉണ്ട്, ശരി, ആയിക്കോട്ടെ. സെൻട്രിയോളിൻ്റെ ഫംഗ്ഷൻ നമ്മൾ കണ്ടു, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കണ്ടു. എന്തിനാണ് സെൻട്രിയോളിൻ്റെ പണി? എന്താ? ഈ സെൻട്രിയോളാണ് ബേസൽ ബോഡി ഫോം ചെയ്യുന്നത്. അതായത് സീലിയ ഫ്ലജല്ല പോലുള്ള ഉണ്ടാവാനുള്ള ബേസ് കൊടുക്കുന്നത് ഈ സെൻട്രിയോളുകൾ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഡ്യൂറിങ് ആനിമൽ സെൽ ഡിവിഷൻ സെൻട്രിയോൾസ് ഫോം സ്പിൻഡിൽ ഫൈബേഴ്സ്. And these fibers are responsible for separating chromosomes into newly forming cells. അതായത് ഈ സെൽ ഡിവിഷൻ സമയത്ത് സെൻട്രിയോളുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാര്യമോ, സെൻട്രിയോളുകൾ സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. ഈ സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ പണി എന്താ? ഈ ഫൈബേഴ്സാണ് ഈ ക്രോമോസോമുകളെ സെൽ ഡിവിഷൻ സമയത്ത് സെപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ന്യൂലി ഫോമിങ് സെൽസിന് ക്രോമസോം ആണല്ലോ. അപ്പോൾ ക്രോമസോമിനെ സെൽ ഡിവിഷൻ സമയത്ത് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുന്നവൻ ഈ സ്പിൻഡിൽ ഫൈബേഴ്സാണ്. അപ്പോൾ ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഈ സെൻട്രിയോളിൽ നിന്നാണ്.
അപ്പോൾ സെൻട്രിയോൾ സെൽ ഡിവിഷൻ സമയത്ത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സെറ്റല്ലേ? റൈറ്റ്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ സെൻട്രിയോൾ വരെയുള്ള സെൽ അപ്പാരറ്റസ് അല്ലെങ്കിൽ സെൽ ഓർഗൻസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി പോയത്. എല്ലാ സെൽ ഓർഗനുകളും ഇവിടെ കവറാണ്. ഇനി നമുക്ക് പോവാത്ത ഏരിയ എന്ന് പറയുന്നത്, സെൽ ഓർഗനുകളിൽ പോവാത്തതെന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂക്ലിയസിനുള്ളിലുള്ള ക്രോമസോമുകൾ, മൈക്രോബോഡീസും മറ്റുമൊക്കെയാണ്. സോ ന്യൂക്ലിയസിനെ ഒരു സെൽ ഓർഗനലായിട്ട് ആദ്യം ഡിസ്കവർ ചെയ്യുന്നത് റോബർട്ട് ബ്രൗൺ ആണ് 1831. ലേറ്റർ ഫ്ലെമിംഗ് സ്റ്റെയിൻഡ് ദ ന്യൂക്ലിയസ് വിത്ത് ബേസിക് ഡൈസ് ആൻഡ് നെയിംഡ് ഇറ്റ് ലൂസ് ത്രെഡ് ലൈക്ക് നെറ്റ്വർക്ക് ക്രോമാറ്റിൻ. അത് വലിയ കാര്യമുള്ള കാര്യമല്ല, അപ്പോൾ ഹിസ്റ്ററി പറഞ്ഞതല്ലേ. അപ്പോൾ ആദ്യം ഡിസ്കവർ ചെയ്യുന്ന റോബർട്ട് ബ്രൗൺ ആണ്. പിന്നീട് ഫ്ലെമിംഗ് അതിനെ സ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഫ്ലെമിംഗ് അതിനെ സ്റ്റെയിൻ ചെയ്ത് കണ്ടുപിടിച്ചിട്ടാണ് ലൂസ് ത്രെഡ് ലൈക്ക് നെറ്റ്വർക്ക് ക്രോമാറ്റിനാണ് ന്യൂക്ലിയസ് എന്നൊക്കെ വിളിച്ചു എന്നാണ് പറയുന്നത് ഫ്ലെമിംഗ്. കുഴപ്പമില്ല. ന്യൂക്ലിയസിന് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ട്. നമ്മുടെ പ്ലാന്റ് സെല്ലിൻ്റെയൊക്കെ കാര്യം പറയുന്ന ഒരു സെൽ മെംബ്രെയിനും സെൽ വോളും ഉണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ന്യൂക്ലിയസിന് ഒരു ഡബിൾ ലെയർഡ് സെൽ മെംബ്രെയിൻ ഉണ്ട്. ദ സ്പേസ് ബിറ്റ്വീൻ ദ ടു മെംബ്രെയിൻസ് ഈസ് കോൾഡ് പെരി ന്യൂക്ലിയർ സ്പേസ്. ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതായത് ന്യൂക്ലിയസിൻ്റെ 2 ഡബിൾ ലെയർഡ് ആണല്ലോ ന്യൂക്ലിയസിൻ്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെംബ്രെയിനിന് ഇടയിലുള്ള ഈ സ്പേസ് ഇല്ലേ, ഈ സ്പേസിനെ വിളിക്കുന്ന പേരാണ് പെരി ന്യൂക്ലിയർ സ്പേസ്. നമ്മൾ ലങ്സ്, പ്ലൂറ, പെരികാർഡിയം എന്നൊക്കെ പറയുന്ന സാധനത്തെ പറ്റി നമ്മൾ കേട്ടു. കാർഡിയോ, ഹാർട്ടിൻ്റെ പുറത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഡബിൾ ലെയർഡ് കവറിങ് പെരികാർഡിയം എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ 2 മെംബ്രെയിനുകൾക്കിടയിലുള്ള സ്പേസ് ആണ്. വിച്ച് ആക്ട് ആസ് എ ബാരിയർ ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ദി സൈറ്റോപ്ലാസം. ഇതാണ് ആ സൈറ്റോപ്ലാസത്തിനും ന്യൂക്ലിയസിനും ഇടയിലുള്ള ഒരു മതിലായി ആക്ട് ചെയ്തത്. പുറത്ത് സൈറ്റോപ്ലാസം അല്ലേ, അതാണ് നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ബാക്കി ജനറ്റിക് മെറ്റീരിയൽസും ക്രോമസോമുകളും കാര്യങ്ങളും എല്ലാം ഇരിക്കുന്നത് ഇതിനകത്താണ്. അപ്പോൾ ഈ പറയുന്ന സംഗതിയും പിന്നെ പുറം സൈറ്റോപ്ലാസവും തമ്മിൽ വേർതിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സെൽ മെംബ്രെയിനുകൾക്കുള്ളിൽ കിടക്കുന്ന ആരാണ്? പെരി ന്യൂക്ലിയർ സ്പേസ് ആണെന്ന് പറയാം. ദ ഔട്ടർ മെംബ്രെയിൻ ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് ഇസ് കവേർഡ് ഇൻ റൈബോസോംസ്. ശരിയാണ്. ഔട്ടർ മെംബ്രെയിനിൽ ഇഷ്ടംപോലെ മെംബ്രെയിനിൽ ടച്ച് ചെയ്തിട്ടാണ് പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം പുറത്തോട്ട് ഫോം ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ റൈബോസോമുകളുടെ പ്രസൻസും ഔട്ടർ മെംബ്രെയിനിൽ കാണാൻ സാധിക്കും. Nuclear pores, small openings formed by the fusion of 2 nuclear membranes, and these pores allow the movement of RNA and proteins back and forth between the nucleus and the cytoplasm. പക്ഷേ ഈ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഉണ്ടെങ്കിൽ കൂടിയും ചില ഇടങ്ങളിൽ ഈ 2 ലെയറുകളും പരസ്പരം ഫ്യൂസ് ചെയ്തിരിക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇങ്ങനെ സെല്ല് ഫോം ചെയ്തിട്ടുള്ള ചിലയിടത്ത് ചിലപ്പോൾ ഈ 2 സെല്ലുകൾ പരസ്പരം ഫ്യൂസ് ചെയ്ത് നിൽക്കുന്നത് കാണാം. അങ്ങനെ ഫ്യൂസ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഇങ്ങനെ ആയിപ്പോവും അല്ലേ, സെൽ വോൾ ഇങ്ങനെ ആയിപ്പോവും. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരും. സെറ്റല്ലേ, 2 പരസ്പരം ഫ്യൂസ് ചെയ്ത് പോകുമ്പോൾ ഗ്യാപ്പ്. ഈ ഗ്യാപ്പിലൂടെ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് പാർട്ടിക്കിൾസ് പോസിബിൾ ആണ് സെല്ലിൻ്റെ ന്യൂക്ലിയസിലോട്ടും സൈറ്റോപ്ലാസത്തിലോട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് എന്ന്. പോർ എന്ന് പറയുന്നത് തന്നെ സുഷിരം എന്നാണ്. ഇവിടെ ന്യൂക്ലിയർ പോർ എന്ന് വിളിക്കുന്നത് ന്യൂക്ലിയസിലുള്ള സുഷിരമായതുകൊണ്ടാണ്. അപ്പോൾ സൈറ്റോപ്ലാസവും ന്യൂക്ലിയസുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് പ്രോട്ടീൻസിൻ്റെയും മറ്റ് വസ്തുക്കളുടെ RNAയുടെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്ന പ്രദേശങ്ങളെയാണ് ന്യൂക്ലിയർ പോറുകളെന്ന് വിളിക്കുകയെന്ന് മനസ്സിലാക്കിയിരിക്കുക. പിന്നുള്ളത് ഈ ന്യൂക്ലിയസിനുള്ളിലുള്ള ആ ഒരു മെട്രിക്സ് ആണ്, ഒരു ഫ്ലൂയിഡിക് സ്ട്രക്ചർ. അതിന് വിളിക്കുന്ന പേര് ന്യൂക്ലിയോപ്ലാസം. സെല്ലിൻ്റെ ഉള്ളിലുള്ള ആ ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്ന് വിളിച്ചു, ന്യൂക്ലിയസിനുള്ളിലുള്ളതിനെ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിച്ചു. ദ ഫ്ലൂയിഡ് ഇൻസൈഡ് ദ ന്യൂക്ലിയസ് ദാറ്റ് കണ്ടെയ്ൻസ് ന്യൂക്ലിയോലസ് ആൻഡ് ക്രോമാറ്റിൻ. ക്രോമാറ്റിനും ന്യൂക്ലിയോലസും ഒക്കെ കാണപ്പെടുന്ന ന്യൂക്ലിയസിനുള്ളിലുള്ള ഫ്ലൂയിഡിനെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോപ്ലാസം. സെല്ലിനുള്ളിലെ ഫ്ലൂയിഡിനെ സൈറ്റോപ്ലാസം എന്ന് വിളിച്ചതിന് സമാനമായ രീതിയാണ് പറയുന്നത്. പിന്നെ ന്യൂക്ലിയോലസും ക്രോമാറ്റിനും ഇതിനകത്തുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ന്യൂക്ലിയോലസ്? എ സ്പെറിക്കൽ സ്ട്രക്ചർ ഫൗണ്ട് ഇൻസൈഡ് ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയർ പ്ലാസത്തിനകത്ത് കാണുന്ന ഒരു സ്പെറിക്കൽ സ്ട്രക്ചറാണ്, സ്പിയർ ലൈക്ക് സ്ട്രക്ചറാണ് ന്യൂക്ലിയോലസ്. ഇറ്റ് ഈസ് നോൺ മെംബ്രെയിൻ ബൗണ്ട്, മീനിങ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് വിത്ത് ദ റെസ്റ്റ് ഓഫ് ദി ന്യൂക്ലിയോപ്ലാസം. അതായത് ഇത് മെംബ്രെയിൻ ബൗണ്ടോ കൃത്യമായിട്ടുള്ള സെപ്പറേഷനോ ഓരോ ന്യൂക്ലിയർ പ്ലാസങ്ങൾ തമ്മിലില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് പരന്ന ന്യൂക്ലിയസിനുള്ളിൽ കിടക്കുന്ന സ്ട്രക്ചേഴ്സാണ്. It is the active site for RNA, ribosomal RNA synthesis. Cell actively making proteins have larger and more numerous nucleoli. അപ്പോൾ ഈ പറയുന്ന ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, എന്താ ഇവൻ്റെ പണി? അവരാണ് റൈബോസോമൽ RNA സിന്തസിസ് ചെയ്യുന്ന സൈറ്റ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന സെല്ലുകളാണെന്നുണ്ടെങ്കിൽ, ലാർജർ സെല്ലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂക്ലിയോലസിൻ്റെ എണ്ണം ഉണ്ടല്ലോ, സെല്ലിൻ്റെ ന്യൂക്ലിയസിൻ്റെ എണ്ണം ഇത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ശാസ്ത്രലോകം ഓരോ വസ്തുക്കൾ തിരിച്ചറിയുന്നത്. ഇപ്പോൾ ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നതാണ്, പ്രോട്ടീൻ വളരെ കുറച്ചാണെന്നൊക്കെ ഓരോന്ന് മനസ്സിലാക്കുന്നതിന് കാര്യമില്ല. അപ്പോൾ ന്യൂക്ലിയോലസിൻ്റെ എണ്ണം പരിശോധിക്കുമ്പോൾ അറിയാം, ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോസിൻ്റെ എണ്ണം കുറവാണെങ്കിൽ അത് പ്രോട്ടീൻ സിന്തസിസ് കുറവാണെന്ന് അർത്ഥം.
ന്യൂക്ലിയോലസിൻ്റെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ അവിടെ പ്രോട്ടീൻ സിന്തസിസ് വളരെ കൂടുതലാണെന്ന് അർത്ഥം എന്നാണ് പറയുന്നത്. അതിന് ന്യൂക്ലിയോലൈ എന്നവിടെ എഴുതിയിരുന്നത് അതിൻ്റെ പ്ലൂറലാണ്. വൈൽ മോസ്റ്റ് സെൽസ് ഹാവ് വൺ ന്യൂക്ലിയസ്, മെച്ചുവർ മെമേലിയൻ RBC ആൻഡ് സീവ് ട്യൂബ് സെൽസ് ഇൻ വെസിക്കുലാർ പ്ലാന്റ്സ് ലാക്ക് എ ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി. ഇപ്പോൾ RBCകളിലും അതുപോലെ സീവ് ട്യൂബ് സെല്ലുകളിൽ നമ്മൾ പ്ലാന്റ് സെൽസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും സീവ് ട്യൂബ് ഒക്കെ പഠിക്കും, കമ്പാനിയൻ സെൽസ്, സീവ് ട്യൂബ് എന്നൊക്കെ പറയുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട് നമ്മൾ പഠിക്കും. അവിടെ ഈ പറയുന്ന ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി ലാക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ന്യൂക്ലിയോലസ് ആരാന്ന് കണ്ടു. പിന്നെ ന്യൂക്ലിയസിനോടൊപ്പം ന്യൂക്ലിയോപ്ലാസ്റ്റി കണ്ട വേറെ ആരാണ്? ക്രോമാറ്റിനാണ്. എന്താ ക്രോമാറ്റിൻ? ഡ്യൂറിങ് നോർമൽ സെൽ ലൈഫ് the genetic material looks like a loose tangled network called chromatin. നമ്മളെ ക്രോമോസോം എന്ന് പറയുന്ന സാധനമില്ലേടാ, അത് സെൽ ഡിവിഷന് മുമ്പ് ചുമ്മാ സെല്ല് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള സ്ട്രക്ചറാണ് ക്രോമാറ്റിൻ. വെറുതെ കുറച്ച് നൂലിങ്ങനെ കെട്ടിപ്പിണങ്ങിട്ടിരിക്കുന്ന പോലെ കിടക്കും. However, when a cell prepares to divide, this chromatin condenses into distinct visible structures called ക്രോമോസോംസ്. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഒരു സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് കാണുന്ന ന്യൂക്ലിയോലസ് എന്ന് പറയുന്ന സ്പെറിക്കൽ സ്ട്രക്ചേഴ്സ് റൈബോസോമൽ RNA സിന്തസിസിൻ്റെ സൈറ്റുകളാണ് എങ്കിൽ, ക്രോമാറ്റിൻ എന്ന് പറഞ്ഞ് കാണുന്ന ലൂസായിട്ട് കാണപ്പെടുന്ന കെട്ടിപ്പിണഞ്ഞ് കാണപ്പെടുന്ന നൂല് കുരുങ്ങി കിടക്കുന്ന പോലെ ന്യൂക്ലിയസിനകത്ത് കിടക്കുന്ന ക്രോമാറ്റിനുകൾ സെൽ ഡിവിഷൻ സമയമാകുന്ന സമയത്ത് റീസ്ട്രക്ചർ ചെയ്യപ്പെട്ട് കണ്ടൻസ് ചെയ്യപ്പെട്ട് വിസിബിൾ ആയിട്ടുള്ള ക്രോമോസോമുകൾ എന്ന സ്ട്രക്ചേഴ്സായിട്ട് മാറി വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ എവിടെ നിന്നാണ് ക്രോമോസോം ഉണ്ടാകുന്നത്? ക്രോമാറ്റിനാണ് ക്രോമോസോം ആകുന്നത്. എപ്പോൾ? സെൽ ഡിവിഷൻ സമയമാകുമ്പോൾ. അപ്പോൾ ഈ ക്രോമോസോംസ് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? DNA, ഹിസ്റ്റോൺസ്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ്, RNA. ഈ വസ്തുതകൾ കൊണ്ടാണ് നമ്മുടെ ക്രോമോസോമുകൾ അതായത് നമ്മൾ ഈ പറയുന്ന ക്രോമാറ്റിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ക്രോമാറ്റിൻ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ക്രോമാറ്റിൻ DNA ക്രോമോസോമായിട്ട് മാറുന്ന സമയത്ത് എന്ന രീതിയിൽ കൃത്യമായിട്ട് പറയാം. DNA ഉണ്ട്, ഹിസ്റ്റോൺസ് ഉണ്ട്, നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ RNA സ്ട്രക്ചേഴ്സ് ഉണ്ട്. എവറി വിസിബിൾ ക്രോമോസോം പൊസസ്സസ് എ പ്രൈമറി കൺസ്ട്രക്ഷൻ കോൾഡ് സെൻട്രോമിയർ. അത് എല്ലാ ക്രോമോസോമുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ നടുക്ക് ബെൽറ്റ് കെട്ടിയ പോലെയാണ് ഇതിന് ഒരു ക്രോമോസോമുകൾ ഇങ്ങനെ ഇരിക്കുന്നത് ശരിക്കും പറയാം അല്ലേ. ഇവിടെ നടുക്കൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്, ഈ ഒരു ഭാഗത്തൊരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ആ കൺസ്ട്രക്ഷൻ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ആ കൺസ്ട്രക്ഷൻ വിളിക്കുന്ന പേരെന്താണ്? സെൻട്രോമിയർ. ഓൺ ദി സൈഡ് ഓഫ് ദി സെൻട്രോമിയർ there are disc shaped structures called kinetochores where spindle fibers attach during division. നമ്മൾ നേരത്തെ പറഞ്ഞ സ്പിൻഡിൽ ഫൈബേഴ്സ് അല്ലേ ഡിവിഷൻ സഹായിക്കുന്നു പറയുന്ന സ്പിൻഡിൽ ഫൈബേഴ്സ്. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ഡിവിഷന് സഹായിക്കുമ്പോൾ വന്നു കയറി അറ്റാച്ച് ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ ക്രോമാറ്റോമിയർ എന്ന് പറയുന്ന സെൻട്രോമിയർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ സൈഡിലായിട്ട് കാണുന്ന കൈനറ്റോകോർ എന്ന് പറയുന്ന ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സിലേക്കാണ് ആര് വന്ന് അറ്റാച്ച് ചെയ്യുക? ആ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച്. എന്നിട്ടാണ് ഇവനെ രണ്ടായിട്ട് പിളർത്തുന്നത്. പിടികിട്ടുന്നുണ്ടോ? ഒന്നുകൂടി പറയുകയാണ്. ക്രോമോസോമുകൾ നമ്മൾ വരയ്ക്കുമ്പോൾ പൊതുവെ നമ്മൾ വരയ്ക്കുന്ന ഈ ഒരു രീതിയിലാണ്. ഇങ്ങനെയാണ് ക്രോമോസോമുകൾ നമ്മൾ വരയ്ക്കുക. നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ക്രോമോസോമുകൾക്കെല്ലാം സെൻട്രൽ ഒരു കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ ഈ ഒരു ഇടുങ്ങിയ ഭാവമായിട്ട് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുക. എച്ച് വരച്ചതുപോലെ ഇങ്ങനെ അങ്ങ് പോകുമല്ലോ, ഇങ്ങനെ അങ്ങ് പോകുമല്ലോ. ഇവിടെ ഒരു ഇടുക്കുണ്ടല്ലോ. ആ ഇടുക്കിനെ വിളിക്കുന്ന പേരാണ് സെൻട്രോമിയർ. ആ സെൻട്രോമിയറിൻ്റെ സൈഡുകളിൽ എന്ത് കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്? ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അതിന് വിളിക്കുന്ന പേരാണ് കൈനറ്റോകോർസ്. എന്തായാലും വിളിക്കുക? കൈനറ്റോകോർസ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കൈനറ്റോകോർസ്. എന്താ കൈനറ്റോകോർസിൻ്റെ പ്രത്യേകത? നമ്മൾ നേരത്തെ പറഞ്ഞാണ് സെൽ ഡിവിഷൻ സമയത്ത് സെല്ലിനെ ക്രോമോസോമിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സ് വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ ഫൈബേഴ്സ്. നമ്മൾ തൊട്ടും പൊടിച്ചു അല്ലേ? സ്പിൻഡിൽ ഫൈബേഴ്സ് നമ്മൾ തൊട്ടും പൊടിച്ചു. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് ക്രോമോസോമിനെ സ്പ്ലിറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് ഈ കൈനറ്റോകോറുകളിലാണ് അറ്റാച്ച് ചെയ്യുക. ഈ കൈനറ്റോകോറുമായിട്ട് വന്ന് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടാണ് ക്രോമോസോമിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി സെൻട്രോമിയർ ക്രോമോസോംസ് ആർ ക്ലാസിഫൈഡ് ഇൻടു 4 മെയിൻ ടൈപ്സ്. ഇനി ഈ സെൻട്രോമിയർ എവിടെ ഇരിക്കുന്നു? മുകളിലും താഴെ എവിടെ വേണം ആവാമല്ലോ. ആ സെൻട്രോമിയർ എവിടെ ഇരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ, ഷേപ്പിൻ്റെ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ക്രോമോസോമുകളെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറയുന്നത്. ഒന്ന് മെറ്റാസെൻട്രിക് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇത് സെൻറ്റർ, കറക്റ്റ് സെൻറ്ററിൽ നമ്മുടെ അരക്കെട്ട് തന്നെ ബെൽറ്റ് കെട്ടിയതുപോലെ നിൽക്കുന്ന കണ്ടീഷൻ. ഇപ്പോൾ 2 ഈക്വൽ ആംസ് അപ്പ് ആൻഡ് ഡൗൺ 2 ഈക്വൽ ആംസ് ക്രോമോസോമുമായി ബന്ധപ്പെട്ട് കിട്ടും. ഞാൻ ഇപ്പോൾ വരച്ചതൊക്കെ മെറ്റാസെൻട്രിക് ആണ്. രണ്ടാമത്തെ ടൈപ്പ് സബ് മെറ്റാസെൻട്രിക്. സബ് മെറ്റാസെൻട്രിക് സ്ലൈറ്റ്ലി എവേ ഫ്രം ദ മിഡിൽ, ഒരല്പം മാറിയിട്ടുള്ളതാണ് സബ് മെറ്റാസെൻട്രിക് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് സെൻറ്ററിൽ മുകളിൽ താഴോട്ടാവാം കേട്ടോ, മുകളിലും ആവാം താഴെ ആവാം സാർ. അപ്പം
സെൻറ്ററിൽ നിന്ന് മാറുന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണെന്ന് ചോദിച്ചാൽ മുകളിലോട്ടും ആവാം താഴോട്ടും ആവാം. ഓക്കെ, ഇതെങ്ങനെ നിൽക്കുകയെന്ന് വെച്ചോ, ഒരല്പം മാറി, കറക്റ്റ് സെൻറ്റർ ഇവിടെ വരും, സെൻറ്ററിൽ നിന്ന് ഒരല്പം മാറിയിട്ടാണ് സെൻട്രോമിയർ നിൽക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, ഇത് പിന്നുള്ളത് ആക്രോസെൻട്രിക്. എന്താ ആക്രോസെൻട്രിക്? സിറ്റുവേറ്റഡ് ക്ലോസ് ടു ഇറ്റ്സ് എൻഡ്. അത് ഏകദേശം ഈ മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എൻഡിലായിട്ട് വരുന്ന സാഹചര്യം. ഓക്കെ, ആക്രോസെൻട്രിക് എന്ന് പറയും. പിന്നെ അവസാനത്തവനാണ് ടീലോസെൻട്രിക്. ടീലോസെൻട്രിക് എന്ന് പറഞ്ഞാൽ ടെർമിനലായിട്ട് കാണപ്പെടുന്നവനാണ് ടീലോസെൻട്രിക്. അതാണ് ടീലോസെൻട്രിക്, അറ്റ് ദ ടെർമിനലാണ്. ഓക്കെ, അറ്റ് ദ വെരി ടിപ്പ്, ഏറ്റവും അറ്റത്തായിട്ട്, ക്രോമസോമിൽ ഏറ്റവും അറ്റത്തായിട്ടായിരിക്കും സെൻട്രോസോം കാണുക. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ സെൻട്രോസോം ഇരിക്കുന്ന ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ 4ആയിട്ട് പറഞ്ഞു. ഒന്ന് കേന്ദ്രത്തിൽ, കറക്റ്റ് സെൻറ്റർ, മിഡിലിൽ മെറ്റാ സെൻറ്റർ. ഒന്ന് മിഡിലിൽ നിന്ന് ഒരല്പം മാറിയിട്ട് മുകളിലോട്ടോ താഴോട്ടോ മാറാം, കുഴപ്പമില്ല. എന്നാൽ മിഡിലിൽ നിന്ന് ഒരല്പം മാറിയിട്ടാണെങ്കിൽ അത് സബ് മെറ്റാ സെൻട്രിക് എന്ന് പറയും. കുറച്ചുകൂടി മാറിയിട്ട് അറ്റത്തിനോട് അടുത്ത്, ഏതെങ്കിലും ഒരു എൻഡിനോട് അടുത്താണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ആക്രോസെൻട്രിക് എന്ന് പറയും. ഇനി അറ്റത്ത് തന്നെയായിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ടീലോസെൻട്രിക്. അപ്പോൾ ആക്രോസെൻട്രിക്, ടീലോസെൻട്രിക്, സബ് മെറ്റാസെൻട്രിക്, മെറ്റാസെൻട്രിക്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ട് ക്രോമോസോമുകളെ ഡിവൈഡ് ചെയ്യാറുണ്ട്. അതും കൂടി പഠിച്ചു വെക്കുക. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രോമസോമിനെ ക്ലാസിഫൈ ചെയ്തത്? അത് സെൻട്രോമിയറിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്. എവിടെയാണ് സെൻട്രോമിയറിൻ്റെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. മനസ്സിലാക്കി? ഓക്കെ, സെൻട്രോമിയറിലാണ് ആരുള്ളത്? കൈനറ്റോകോർസുള്ള, അല്ലേ? കൈനറ്റോകോർസുള്ള സെൻട്രോമിയറിലാണെന്നൊക്കെ പഠിച്ചു വെച്ചിരുന്നത് നമ്മൾ. ഓക്കെ, സെറ്റല്ലേ? ക്ലിയർ. Some chromosomes have non-staining secondary constructions at a specific location. This gives a small fragment-like appearance at the tip called a satellite. നമ്മളിപ്പോൾ ചില ക്രോമസോമുകൾ, നമ്മളിപ്പോൾ ഭൂമിയുടെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ ഒരു ചെറിയൊരു സാധനം പുറത്തിട്ട് കറങ്ങുന്നത് നമ്മൾ സാറ്റലൈറ്റ് എന്ന് വിളിക്കില്ല. അതുപോലെ തന്നെയാണ് ചില ക്രോമസോമുകളിൽ ഈ സ്റ്റെയിനിങ് ഇല്ലാത്ത സെക്കൻഡറി കൺസ്ട്രക്ഷൻസ് കാണാൻ പറ്റും ചില സ്ഥലങ്ങളിൽ. അപ്പോൾ അത് ചെറിയൊരു ഫ്രാഗ്മെൻറ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ക്രോമസോമിൻ്റെ തൊട്ട് പുറത്തായിട്ട് ചെറിയ ഫ്രാഗ്മെൻറ്റുകളെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകും. ആ ഫ്രാഗ്മെൻറ്റുകളെ വിളിക്കുന്ന പേരാണ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ന്യൂക്ലിയസിനകത്ത് കാണുന്ന മറ്റ് സംവിധാനങ്ങളാണ് മൈക്രോ ബോഡീസ് എന്ന് പറയുക. ഓക്കെ, മൈക്രോ ബോഡീസ് എന്ന് പറയുന്നത് ദീസ് ആർ ടൈനി മെംബ്രെയിൻ ബൗണ്ട് സാക്സ് പ്രസൻറ്റ് ഇൻ ബോത്ത് പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഇപ്പോൾ പ്ലാന്റ് സെൽസിലും ആനിമൽ സെൽസിലും കാണുന്ന മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ന്യൂക്ലിയസിനുള്ളിൽ ഇപ്പോൾ സെൻട്രിയോൾസിൻ്റെ കാര്യത്തിൽ ന്യൂക്ലിയർ അല്ലാന്നാണ് പറയുന്നത്. ഇവർ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള പിന്നെ സാക്കുകളാണ്, വെസിക്കിൾസ് ആണ് മൈക്രോ ബോഡീസ് ന്യൂക്ലിയസിനകത്ത് കാണുന്നത്. ദേ കണ്ടെയ്ൻ വേരിയസ് എൻസൈംസ് ദാറ്റ് എയ്ഡ് ദ സ്പെഷ്യലൈസ്ഡ് മെറ്റബോളിക് റിയാക്ഷൻസിന് വേണ്ടിയിട്ട് ഒരുപാട് എൻസൈംസ് ക്യാരി ചെയ്ത് നിൽക്കുന്ന വാക്യൂൾസാണ്, സാക്കുകളാണ് മൈക്രോ ബോഡീസ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ അല്ലേ? സെറ്റ്. അപ്പോൾ ഒന്ന് നോക്കിയാൽ ന്യൂക്ലിയസിനകത്തുള്ളവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയാൽ ആരൊക്കെ കാണാൻ സാധിക്കും ന്യൂക്ലിയസിനകത്ത്? ഒന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഏതൊക്കെയുണ്ട് മക്കളെ? ഒന്ന് നമ്മുടെ ന്യൂക്ലിയോ പ്ലാസം, ശരിയല്ലേ? ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്ന സാധനമുണ്ട്. ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, ഒരു ഡബിൾ ലെയർ ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. അതിനുള്ളൊരു സ്പേസ് ഉണ്ട്, അതിനെ പെരി ന്യൂക്ലിയർ സ്പേസ് എന്ന് വിളിക്കുന്നു. ഈ സ്പേസാണ് ന്യൂക്ലിയസിനെയും എക്സ്റ്റേണൽ സൈറ്റോപ്ലാസത്തിനെയും തമ്മിൽ വേർതിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടിനെയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഈ ചിലയിടങ്ങളിൽ ഈ ന്യൂക്ലിയസിൻ്റെ രണ്ട് മെംബ്രെയിനുകൾ പരസ്പരം കൂട്ടിമുട്ടി കാണുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെ വരുന്നിടത്തിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പോർ എന്ന് പറയുക. അപ്പോൾ ഈ ന്യൂക്ലിയർ പോർസിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ന്യൂക്ലിയർ പോർസിലൂടെ സൈറ്റോപ്ലാസവും അതുപോലെ ഇൻറ്റേർണൽ ന്യൂക്ലിയസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ആശയവിനിമയം നടത്താനുള്ളൊരു സാധ്യതയുണ്ട്. ആശയവിനിമയം ഇൻ ദ സെൻസ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ടേഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആർ എൻ എ അതുപോലെ ചെറിയ പ്രോട്ടീൻസ്, കുറച്ച് പ്രോട്ടീൻസ് ആർ എൻ എ ഒക്കെ പോലുള്ള ക്രോമസോമൊന്നും അതുവഴി ട്രാൻസ്ഫർ ചെയ്യപ്പെടില്ല ന്യൂക്ലിയർ പോർ വഴി. ആർ എൻ എ അതുപോലെ കുറച്ച് പ്രോട്ടീൻസിൻ്റെയൊക്കെ ട്രാൻസ്ഫർ സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിനുള്ളിലോട്ടും ഉള്ളിൽ നിന്ന് പുറത്തേക്കും എന്ന രീതിയിൽ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കും. ന്യൂക്ലിയർ പോർസ് നിൽക്കുന്ന സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. പിന്നെ ഉള്ളത് ന്യൂക്ലിയർ പ്ലാസം, പിന്നെ ന്യൂക്ലിയസിനുള്ളിൽ സെല്ലിനുള്ള നമ്മുടെ ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്ന ആ ഒരു സൈറ്റോപ്ലാസം പോലെ തോന്നിക്കുന്ന ആ ഫ്ലൂയിഡ് മെട്രിക്സിന് വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്നത്. ന്യൂക്ലിയോ പ്ലാസത്തിൽ കാണപ്പെടുന്ന രണ്ട് വസ്തുക്കളാണ്. ഒന്ന് ന്യൂക്ലിയോലസും, രണ്ട് ക്രോമാറ്റിനും. ഓർത്ത് വെച്ചോണേ, നമ്മൾ എവിടെയാണ് അപ്പോൾ ക്രോമാറ്റിനെയും ന്യൂക്ലിയോസും നമ്മൾ ഈ ന്യൂക്ലിയോ പ്ലാസത്തിൽ, അതായത് സെൽ ബോഡിക്കുള്ളിൽ കാണുന്ന ന്യൂക്ലിയസിനുള്ളിൽ കാണുന്നത് തന്നെയാണ്. ന്യൂക്ലിയസിനുള്ളിലാണല്ലോ ഈ ന്യൂക്ലിയോ പ്ലാസം എന്ന് പറയുന്ന മെട്രിക്സ് ഉള്ളത്. ആ മെട്രിക്സിൽ കാണുന്ന രണ്ട് കോമ്പോണൻ്റാണ് ന്യൂക്ലിയോലസും അതുപോലെ പിന്നെ
ക്രൊമാറ്റിനും എന്ന് പറഞ്ഞാൽ അത് ന്യൂക്ലിയസിനുള്ളിൽ കാണപ്പെടുന്നതാണെന്ന് തന്നെ മനസ്സിലാക്കാം. അതിൽ ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ പ്ലാസത്തിനകത്ത് കാണപ്പെടുന്ന നോൺ മെംബ്രെയിൻ ബോണ്ട് ഓർഗനൽസ് ആണ്. ആരാണ്? നോൺ മെംബ്രെയിൻ ബോണ്ട്. നോട്ട് ചെയ്ത് വെച്ചോണം, നോൺ മെംബ്രെയിൻ ബോണ്ടാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് അല്ലേ. ന്യൂക്ലിയോലസ്. അപ്പോൾ എല്ലാ ന്യൂക്ലിയോലസുകളും പരസ്പരം കണക്റ്റഡായിട്ട് നിൽക്കും എന്നുള്ളതാണ്. എന്താ അവൻ്റെ പണി? ഇവരാണ് RNA സിന്തസിസിൻ്റെ സൈറ്റ്. അതായത് റൈബോസോമൽ RNA സിന്തസിസിൻ്റെ സൈറ്റാണ് ഈ പറയുന്ന ന്യൂക്ലിയോലസുകൾ എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ നിർമ്മിക്കുന്നതിന് സഹായിക്കുന്ന ന്യൂക്ലിയസിലെ പ്രോട്ടീൻ സിന്തസിസിങ് ഏജൻ്റായിട്ട് നമുക്ക് ആരെ പറയാം? ന്യൂക്ലിയോലസുകളെ പറയാം. ഈ ന്യൂക്ലിയോലസുകളുടെ എണ്ണം അനുസരിച്ചിട്ട് എണ്ണം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ കണ്ടാൽ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ടോ, കുറച്ച് പ്രോട്ടീൻ സിന്തസിസ് ആണോ ഇതിനുള്ളിൽ അരങ്ങേറുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാധ്യത കൂടി തുറന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. സെറ്റല്ലേ? അതെ. പിന്നെ ഈ ന്യൂക്ലിയോലസിൻ്റെ കാര്യത്തിലുള്ളൊരു എക്സെപ്ഷൻ വരുന്നത് ഈ പറയുന്ന പ്ലാന്റ് സെൽസിൽ, സീവ് ട്യൂബിൽ, അതുപോലെ മമാലിയൻ RBCകളിലൊക്കെ ഇത്തരത്തിലുള്ള ന്യൂക്ലിയസ് കംപ്ലീറ്റ്ലി എന്താ പറയുക എക്സെംപ്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഒരു വ്യത്യാസമാണ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എല്ലാ സെല്ലിലും ഇതുണ്ടാവണം നിർബന്ധം ഇല്ല എന്ന സൂചന. അപ്പോൾ ന്യൂക്ലിയോലസ് കഴിഞ്ഞാൽ രണ്ടാമത് ഈ പിന്നെ നമ്മുടെ സെൽ മെട്രിക്സിൽ ന്യൂക്ലിയോപ്ലാസത്തിൽ കാണുന്നു എന്ന് പറഞ്ഞ വസ്തുവാണ് ക്രൊമാറ്റിൻ. ആരാ ക്രൊമാറ്റിൻ? ക്രൊമാറ്റിൻ സാധാരണഗതിയിൽ ഒരു സെല്ലിൽ കുറച്ച് നൂല് കുരുക്കിയിട്ടിരിക്കുന്ന മാതിരി കാണുന്ന, അതൊരു ലൂസായിട്ടുള്ള ടാങ്കിൾഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവാണ് ക്രൊമാറ്റിൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ ക്രൊമാറ്റിനാണ് സെൽ ഡിവിഷൻ ആകുന്ന സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ എത്തുന്ന സമയങ്ങളിൽ കണ്ടൻസ് ചെയ്യപ്പെട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്രോമസോമൽ സ്ട്രക്ചേഴ്സായിട്ട് മാറുന്ന ഒരു ക്യാരക്ടേഴ്സും ജീൻസും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ക്രോമസോമൽ സ്ട്രക്ചേഴ്സായിട്ട് മാറുന്നത്. ഈ ക്രോമസോം ഉണ്ടാക്കിയിരിക്കുന്നത് DNA-യും ഹിസ്റ്റോൺ മോളിക്യൂൾസും നോൺ ഹിസ്റ്റോൺ പ്രോട്ടീൻസും RNA ഒക്കെ കൂടി ചേർന്നിട്ടാണ്. ഈ ക്രോമസോമിനെ നമ്മൾ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ചോദിച്ചാൽ, ക്രോമസോമുകൾക്ക് ഒരു കൺസ്ട്രക്ഷൻ എപ്പോഴും കാണാൻ സാധിക്കും, ഒരു ഇടുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. അത് വിളിക്കുന്ന പേര് സെൻട്രോമിയർ എന്നാണ്. ഈ സെൻട്രോമിയറുകളിലാണ് കൈനറ്റോകോർസ് എന്നറിയപ്പെടുന്ന 2 ഡിസ്ക് ഷേപ്പിലുള്ള സ്ട്രക്ചേഴ്സ് അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെയാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് സെൽ ഡിവിഷൻ സമയത്ത് അറ്റാച്ച് ചെയ്യപ്പെടുന്നത്. നമ്മൾ പറയുകയാണ് ക്രോമസോംസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സിന് വിളിക്കുന്ന പേരാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യപ്പെടുന്ന പ്രദേശം കൈനറ്റോകോർസ് ആണ്. ആ കൈനറ്റോകോർസ് എന്ന് പറയുന്ന ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് സെൻട്രോമിയർ, ക്രോമസോമിൻ്റെ സെൻട്രോമിയറിൽ കാണുക. അപ്പോൾ ഈ സെൻട്രോമിയർ ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും ക്രോമസോമിന് സെപ്പറേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ സെൽ ഡിവിഷൻ സമയത്ത് ഡിവിഷൻ ഉണ്ടാവുക എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം ഈ ഒരു ബേസിസ് വെച്ചിട്ട്. ശരിയല്ല? കാരണം സെൻട്രോമിയർ വെച്ചിട്ടാണ് കൈനറ്റോകോർസ് ഉണ്ടാവുക, കൈനറ്റോകോർസ് വെച്ചിട്ടാണ് സ്പിൻഡിൽ ഫൈബേഴ്സ് അറ്റാച്ച് ചെയ്യുക, ഇതിനെ വേർതിരിക്കുന്നതിന് വേണ്ടി, ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞു. അതിനർത്ഥം സെൻട്രോമിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡിവിഷൻ നടക്കുക എന്നുള്ളൊരു അസംഷൻ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ സെൻട്രോമിയർ എല്ലാ ക്രോമസോമുകളിൽ ഒരേയിടത്തല്ല കാണപ്പെടുക, പല ക്രോമസോമുകളിലും പല സ്ഥലത്തായിട്ട് സെൻട്രോമിയറെ കാണാം. അപ്പോൾ അങ്ങനെ സെൻട്രോമിയർ കാണപ്പെടുന്ന ലൊക്കേഷൻ്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ചേഞ്ച്, വേരിയേഷൻ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ക്രോമസോമുകളെ 4ആയിട്ട് തരംതിരിക്കാൻ പറ്റും. അതിലൊന്നാണ് മെറ്റാസെൻട്രിക് ക്രോമസോംസ്. അപ്പോൾ എന്താ മെറ്റാസെൻട്രിക് ക്രോമസോംസ്? എക്സാക്ട്ലി ഓൺ ദ മിഡിൽ. ശരിയല്ലേ? അപ്പോൾ ക്രോമസോമിൻ്റെ കറക്റ്റ് മിഡിലിൽ കാണപ്പെടുന്നതാണെങ്കിൽ മെറ്റാസെൻട്രിക്, കുറച്ച് മാറിയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ സബ് മെറ്റാസെൻട്രിക്, എൻഡിനോട് അടുത്താണ് കാണപ്പെടുന്നതെങ്കിൽ ആക്രോസെൻട്രിക്, ഇനി എൻഡിലാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ഒരു ടെർമിനേഷനിലാണ് കാണപ്പെടുന്നതെങ്കിൽ ടീലോ സെൻട്രിക് ആണ് ഏറ്റവും എൻഡിലായിട്ട്, ടെർമിനലായിട്ട് കാണപ്പെടുന്ന ടീലോ സെൻട്രിക് എന്ന് പറയപ്പെടുക. ഇതാണ് നമ്മുടെ ക്രോമസോമൽ ക്ലാസിഫിക്കേഷൻ. അതുപോലെ ക്രോമസോമിൻ്റെ ചില പ്രദേശങ്ങളിൽ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ഒക്കെ ക്രോമസോമിന് പുറമേ ആയിട്ട് കാണാൻ സാധിക്കും. അവയെ നമ്മൾ സാറ്റലൈറ്റ് എന്ന രീതിയിൽ വിളിക്കാറുണ്ട്. ഇതൊന്നും അല്ലാതെ കാണപ്പെടുന്ന ചെറിയ വെസിക്കുലാർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ചാക്ക് അല്ലെങ്കിൽ സഞ്ചികൾ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്നുണ്ട്. വാക്യൂൾസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എവിടെ കണ്ടതുപോലെ, സെൽ ബോഡിക്കുള്ളിൽ കണ്ടതുപോലെ ന്യൂക്ലിയസിനുള്ളിൽ കാണാം. ആനിമൽസിലും പ്ലാന്റ് സെൽസ് രണ്ടിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചെറിയ എൻസൈംസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുക, മെറ്റബോളിക് റിയാക്ഷൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എൻസൈമുകൾ സെക്രീറ്റ് ചെയ്യാനൊക്കെയുള്ളതായിരിക്കണം അവരുടെ ഫങ്ഷൻസ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാർട്ട് 4 ഓഫ് ദി സെൽ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ 1, 2, 3, 4 4 ഭാഗങ്ങൾ സെൽസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്ത് ഓൾറെഡി പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് സെല്ലുമായി ബന്ധപ്പെട്ട് ഞാൻ തരും. പിന്നെ ഇതുമായി നമ്മൾ പഠിച്ച് ഇത്രയും നേരം നോക്കിപ്പോയ ഇത്രയും വാക്കുകളും മറ്റും കണ്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങളെ കൂടെ ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഈ സെൽസ് എന്ന് പറയുന്ന ഏരിയ കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും. ഇതിനപ്പുറത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട
കാര്യങ്ങളൊന്നും പഠിക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരത്തില്ല. ആ ഒരു എക്സ്റ്റെൻഡ് വരേക്കും നമ്മൾ സെല്ലിനെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ആ ഒരു എക്സ്റ്റെൻഡ് വരെ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തിന് ഒരു കാര്യം ചോദിക്കില്ല, അങ്ങനെയല്ല. ഞാൻ നേരത്തെ അതിൻ്റെ മുൻകൂർ ജാമ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാവധി നമ്മുടെ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് തീർക്കാൻ പറ്റുന്നതിൻ്റെത് നമ്മൾ പരമാവധി എടുക്കുന്നുണ്ട്. ഇത്രയും ഡെപ്തിലേക്കൊന്നും ഇറങ്ങി ചെന്ന് ഓരോ കോമ്പോണൻറ്റിനും ഡിഫൈൻ ചെയ്യാറൊന്നും സാധാരണഗതിയിലില്ല. നമ്മളത് ഓരോ കോമ്പോണൻറ്റും ഡിഫൈൻ ചെയ്ത് പോയിട്ടുണ്ട്. So I hope you've got an understanding about what we've discussed today regarding the cell components. അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ചെറിയൊരു ഭാഗം കൂടിയുണ്ട്, അതുകൂടി കണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനൊക്കെ ആയിട്ട് ചാപ്റ്റർ അവസാനിപ്പിക്കാം. സെൽ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ ആ ഒരു ഭാഗവുമായിട്ട് കാണുന്നത് വരെ ഏവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ടൊന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കി ഓർത്തിരിക്കാൻ സഹായിക്കട്ടെ, അല്ലെങ്കിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.